പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളുമായി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള പോസ്റ്റൽ സർവീസും വ്യാപാര ബന്ധവും നിർത്തിവച്ചുള്ള നടപടികളിലേക്കാണ് ഇന്ത്യ കടന്നത്. ഭീകരർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പാകിസ്ഥാനുമായി നേരിട്ടും അല്ലാതെയുമുള്ള കയറ്റുമതിയും ഇറക്കുമതിയുമാണ് നിർത്തിവെച്ചത്. ദേശീയ സുരക്ഷയും പൊതുനിയമവും കണക്കിലെടുത്താണ് നടപടി. പാക് പതാക വെച്ച കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തി. ഇന്ത്യൻ പതാക വെച്ച കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാനുമായുള്ള എല്ലാവിധ പോസ്റ്റൽ പാർസൽ സർവീസുകളും ഇന്ത്യ അവസാനിപ്പിച്ചു. വ്യോമമാർഗമോ കരമാർഗമോ പോസ്റ്റൽ പാർസൽ സർവീസുകൾ ഇനി ഉണ്ടാകില്ല. ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. पहलगाम में हुए आतंकी हमले में मारे गए लोगों के प्रति राष्ट्रपति लॉरेंसो और अंगोला की संवेदनाओं के लिए मैं उनका आभार व्यक्त किया. ഇന്ത്യൻ നടപടികളിൽ പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ്. 2 മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണം സംഭരിക്കാൻ താമസക്കാർക്ക് പാക് അധീന കശ്മീരിലെ ഭരണകൂടം നിർദ്ദേശം നൽകി. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ശാഖകൾ പാകിസ്ഥാൻ ബാങ്കുകൾ അടച്ചുപൂട്ടി. 50 ഇടങ്ങളിൽ യുദ്ധ സൈറനുകൾ സ്ഥാപിച്ചു. ഇതിനിടെ 480 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടു. തുടർച്ചയായ 9ാം നാളിലും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. അഖ്നൂരിലും ഉറിയിലും കുപ്വാരയിലും പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടി നൽകി. വിനീത വിജി, 24, ഡൽഹി.